ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനേറെ ആദരിക്കുന്ന, ഞാനേറെ ബഹുമാനിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ കോളേജിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പ്രദേശത്ത് വെച്ച് അവസാനം 1945 മരണപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം സംസാരിക്കുന്നത് ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ചായിരുന്നു, വർഗീയതക്കെതിരായിരുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നതുകൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്നലെ ഒരു പുസ്തക നിരൂപണത്തിൽ പങ്കെടുക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷുമൈസിൻ്റെ മലബാർ കലാപകാലത്തെ ജയിലുകൾ എന്ന പുസ്തകമായിരുന്നു, DC ബുക്സിൻ്റെ, കോഴിക്കോട്. അപ്പം ഞാൻ ആലോചിച്ചത്, പുസ്തക പ്രകാശനം പോലും അല്ലെങ്കിൽ പുസ്തകം നിരൂപണം പോലും അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി മാറുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഘനവസ്തുക്കൾ കൊണ്ട് പുസ്തക നിരൂപണം നടത്തുന്ന ഒരു കാലമെന്ന് ഞാനതിനെ വിളിക്കും. 2010 ഹോളി കൗ എന്ന് പറയുന്ന DN ഝായുടെ പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച പുസ്തകശാലക്കെതിരായിട്ട് കല്ലെറിഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടർ പുസ്തക നിരൂപണം നടത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഡോണിഗറിൻ്റെ ഹിന്ദുയിസത്തെക്കുറിച്ചുള്ള പുസ്തകത്തിനും അതേ സമാനമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഘനവസ്തുക്കൾ കൊണ്ടാണ്, പേന കൊണ്ടല്ല ഇന്ന് പുസ്തക നിരൂപണം നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ആധുരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കെട്ടകാലത്തെ വേറൊരു പ്രത്യേകത, ജോർജ് ഓർവെല്ലിൻ്റെ ഓർവീലിയൻ പ്രവചനങ്ങൾ ഏതാണ്ട് പ്രതിഫലിക്കപ്പെടുന്ന, അത് കൂടുതൽ അർത്ഥപൂർണമാവുന്ന ഒരു ഘട്ടം കൂടിയാണ്. ജോർജ് ഓർവെൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഹു കൺട്രോൾസ് ദി പാസ്റ്റ് കൺട്രോൾസ് ദി ഫ്യൂച്ചർ, ഹു കൺട്രോൾസ് ദി പ്രസൻറ്റ് കൺട്രോൾസ് ദി പാസ്റ്റ്. ആരാണോ ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും ഭാവിയെയും നിയന്ത്രിക്കുക. ആരാണോ വർത്തമാനത്തെ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും ഭൂതത്തെയും അല്ലെങ്കിൽ ചരിത്രത്തെയും നിയന്ത്രിക്കുക. ഇപ്പം വർത്തമാന ഇന്ത്യയെ ആരാണ് നിയന്ത്രിക്കുന്നത്? മോദിയുടെ കാലഘട്ടമാണ് 2014 മുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മോദി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ്. അതായിരുന്നു ആരാംപുരം ഇവിടെ പറഞ്ഞു വച്ചത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ സുഹൃത്തു കൂടിയായിട്ടുള്ള മാളവിക ഭിന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കാൾ ഉപരി ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എറിക് ഹോബ്സ്ബാം എന്ന് പറയുന്ന വിഖ്യാതനായ ചരിത്രകാരനെ നിങ്ങൾക്കറിയോ? അറിയോ അല്ലേ? ഏജ് ഓഫ് എക്സ്ട്രീം മുതൽ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 100 കൊല്ലം ജീവിച്ച ചരിത്രകാരൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ കറുപ്പ് തീനികൾക്ക് എങ്ങനെയാണ് പോപ്പി മരങ്ങൾ, പാകിസ്ഥാനിലെ പോപ്പി ചെടികൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെങ്ങനെയാണ് അസംസ്കൃത വസ്തുവാകുന്നത്, അതുപോലെയാണ് വർഗീയതയുടെ വക്താക്കൾക്ക്, ദേശീയതയുടെയും വർഗീയതയുടെയും വക്താക്കൾക്ക് ചരിത്രം അസംസ്കൃത വസ്തുവാകുന്നത്. വളരെ കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഇന്ത്യയിൽ ചരിത്രമാണ്. ഇപ്പം അറിവും അധികാരവും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തെക്കുറിച്ച് ഫുക്കോയുടെ നിരീക്ഷണമുണ്ട്. ആ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്രം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ വെപ്പൺ എന്ന് പറയുന്നത്, പ്രത്യയശാസ്ത്ര ഉപകരണം എന്ന് പറയുന്നത് ചരിത്രമാണ്. അതെത്രമേൽ അപകടകരമാണ് എന്നുള്ളതിൻ്റെ ഒറ്റ സൂചന ഞാൻ തരാം.
2002 ഗുജറാത്തിലെ കലാപം നടക്കുന്നു. ആ ഗുജറാത്ത് കലാപകാലത്ത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന അന്നത്തെ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയുടെ നേതാവ് വളരെ ഓപ്പണായിട്ട് അന്നത്തെ മീഡിയ പേഴ്സൺസിനോട് പറയുകയാണ്. നമ്മളിങ്ങനെ മീഡിയക്കാർ വന്ന് കോല് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ കലാപത്തിൽ പങ്കെടുത്തത്? അപ്പം അദ്ദേഹം പറയുകയാണ്, തൃശൂലമേന്തിക്കൊണ്ട് മിയാക്കളെ കൊന്നൊടുക്കുമ്പോൾ, മിയാക്കൾ എന്ന് പറയുന്നത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ പേരാണ്, അവരെ കൊന്നൊടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ റാണാ പ്രതാപ് ആവേശിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർക്കറിയാം ആരാണ് റാണാ പ്രതാപ്? ആരെങ്കിലും ഒന്ന് കൈപൊക്കുമോ? മധ്യകാല ഇന്ത്യ പഠിച്ചിട്ടില്ലേ? യെസ്, റാണാ പ്രതാപ് എന്ന് പറയുന്നത് അക്ബറുമായി ഏറ്റുമുട്ടിയ രജപുത്ര രാജാവാണ്. അപ്പം ആ രാജാവിനെ തോൽപ്പിക്കുകയാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട് അക്ബറുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു രാജാവ് എങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ ജീവിക്കുന്ന ഈ ബാബു ബജ്രംഗിയുടെ ശരീരത്തിൽ ആവേശിക്കുന്നത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് റൊമില്ല താപ്പർ എന്ന് പറയുന്ന വിഖ്യാത ചരിത്രകാരി ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോൾ പറയാണ്, ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് 2002-ലല്ല, മറിച്ച് 1947 മുതൽ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിലൂടെ വികിരണം ചെയ്യപ്പെട്ട ചരിത്രത്തിലാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണം കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു പ്രചരണാത്മക ചരിത്രം സാംശീകരിച്ച ഒരാളാണ് ഈ പറയുന്ന ബാബു ബജ്രംഗി. അതുകൊണ്ടാണ് ഈ വംശഹത്യക്ക് വളരെ കൃത്യമായിട്ട് അത് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്നത് വെറുപ്പ് പടരുകയാണ്. എനിക്ക് സമാനമായൊരു സന്ദർഭം ഓർമ്മ വരുന്നത്, സാർത്രേ എന്ന് പറയുന്ന ഒരു ചിന്തകനെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഈ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന, ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന ആത്മകഥാംശമുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറയുകയാണ്, ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് വി ഷാൽ ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഫ്രാൻസ് ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, പക്ഷേ അത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായി മാറുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏതാണ്ട് സമാനമായിട്ട് ഞാൻ പറയുകയാണ്, റിച്ചർഡ് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന അൾജീരിയൻ വിപ്ലവകാരിയുടെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് സാർത്രയായിരുന്നു. ആ സാർത്ര അവതാരികയിൽ പറഞ്ഞ ഈ കാര്യത്തിന് ഒരു ചെറിയ പാഠഭേദം വരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഇന്ന് പക്ഷേ ആ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായിട്ട് മാറിയിട്ടുണ്ട്. ആ ഞരമ്പ് രോഗത്തിൻ്റെ അക്രാമകമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് നമ്മൾ നിരന്തരമായി രാജ്യത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയുക. 2 കൊല്ലം മുമ്പ് മുസഫറാബാദ് UP-യിലെ ഒരു സ്കൂളിൻ്റെ ടീച്ചറുടെ പേര് തൃപ്ത ത്യാഗി എന്നാണ്. എത്ര പേർക്കറിയാം? ആ തൃപ്ത ത്യാഗി ഒരു ദിവസം ആ ക്ലാസ്സിലെ 40 കുട്ടികളിലെ ഏക മുസ്ലിം കുട്ടിയെ മുന്നിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബാക്കി 39 കുട്ടികളെ കൊണ്ടും ആ കുട്ടിയുടെ മുഖത്തടുപ്പിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സംഭവം? എന്നിട്ട് നമ്മൾ വിചാരിച്ചു അത് സംഭവിച്ചതിന് ശേഷം വലിയ രീതിയിൽ അത് വൈറലാവുന്ന സംഭവം എല്ലാവരും അറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടീച്ചർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെയ്തു പോയതിൽ അപരാധബോധമൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വൈകുന്നേരം ഈ മീഡിയ പേഴ്സൺസിനോട് ഈ തൃപ്ത ത്യാഗി എന്ന് പറയുന്ന ആ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഭിന്നശേഷിക്കാരിയാണ്.
മര്യാദക്ക് കൈയൊന്നും ഉയർത്താൻ പോലും പറ്റില്ല. അപ്പം അവർ പറയാണ്, എനിക്ക് ഇഫ് ഐ ഹാഡ് ദി ഫിസിക്, എനിക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ആ തൃപ്താത്യാഗിയുടെ മനസ്സിൽ ഇത്രയധികം വെറുപ്പ് കോരിയിട്ടത് ആരാണ്? അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബാബു ബജ്രംഗിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഇത്രയധികം വെറുപ്പ്, വംശീയ വിദ്വേഷം കയറിയത്? അവിടെ വരുമ്പോഴാണ്, അത് അന്വേഷിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയും അതേപോലെ തന്നെ ആരാമ്പ്രം പറയാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ ഈ മാളവിക ഭിന്യാമുഖത്തിൽ പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. 2021 PPRC റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് സഹസ്രബുദ്ധ എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭ MP, കുറച്ച് മുമ്പ് വരെ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം, PPRC റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും സമർപ്പിക്കുന്നുണ്ട്. ഒരു പാർലമെന്ററി വിദ്യാഭ്യാസ സമിതിയുടെ ചെയർമാൻ കൂടിയായ ഈ സഹസ്രബുദ്ധ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്, നാളിതുവരെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൂടുതലായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരിക നേട്ടങ്ങളൊക്കെയാണ്. മറിച്ച് നമ്മളിനി ചെയ്യേണ്ടത് പുരാതന ഇന്ത്യയുടെ, അതായത് നേരത്തെ മില്ലൊക്കെ പറയുന്ന ഹിന്ദു ഇന്ത്യയുടെ നേട്ടങ്ങൾ, സാംസ്കാരിക നേട്ടങ്ങൾ, ശാസ്ത്രമേഖലയിലെ നേട്ടങ്ങൾ, അതിനെ അതിഗംഭീരമായി പൊലിപ്പിച്ച് പഠിപ്പിക്കണം. മധ്യകാല ഇന്ത്യ ചരിത്രം ഇനി അങ്ങോട്ട് ആ രീതിയിൽ പൊലിപ്പിച്ച് പഠിപ്പിക്കേണ്ട, മറിച്ച് മധ്യകാല ഇന്ത്യയിലെ എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ, ആ മോശപ്പെട്ട വശങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് മധ്യകാല ഇന്ത്യയിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, തകർക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഉള്ളടക്കം നമ്മുടെ സിലബസിൽ, സ്കൂൾ സിലബസിൽ ഉണ്ടാവണം. ഒപ്പം തന്നെ മധ്യകാല ഇന്ത്യയിലെ സുൽത്താൻമാരുടെ പേരിൽ അറിയപ്പെടുന്ന റോഡുകൾ, നഗരങ്ങൾ, ഇവയുടെയൊക്കെ പേര് മാറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ആ PPRC റിപ്പോർട്ടിൽ പറയുന്നത്. 100 പേജുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 NCERT മധ്യകാല ഇന്ത്യയുടെ ചരിത്രം NCERT പുസ്തകത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ മിക്കവാറും നഗരങ്ങളുടെ പേരുകളൊക്കെ തന്നെ അയോധ്യ, ഫൈസാബാദ് മാറ്റിയിട്ട് അയോധ്യയാക്കുന്നു. ദീൻ ദയാൽ ഉപാധ്യായ ആക്കി, ഒരുപാട് പേരുകൾ ഇപ്പം നമ്മുടെ പ്രയാഗ്രാജാക്കി മാറ്റുന്നുണ്ട്. ധാരാളം അലിഗറിൻ്റെ പേര് ഹരിഗഡ് എന്നാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യാനം ഉണ്ടല്ലോ, രാഷ്ട്രപതിയുടെ ഉദ്യാനത്തിൻ്റെ പേര് ഇപ്പം എന്താ, അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റിയിട്ടുള്ളത് മുഗൾ ഗാർഡൻ എന്നായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആരാമ്പ്രം പറഞ്ഞു വെച്ച ഒരു കാര്യം. ഇപ്പം ആരാമ്പ്രമിയുടെ നളന്തയും ബക്തിയാർ ഖൽജിയും എന്ന് പറയുന്നു, ഖൽജി എന്ന് തന്നെ പ്രയോഗിക്കുമ്പം ആരാമ്പ്രത്തിൻ്റെ സൂക്ഷ്മത ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ പറയുക ഖിൽജി എന്നാണ്, പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ ഖൽജി എന്ന് തന്നെ ചില പദങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ആരാമ്പ്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആരാമ്പ്രം ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, നളന്ദ ആക്രമിച്ചത് ബക്തിയാർ ഖൽജി എന്ന് പറയും, അല്ലെങ്കിൽ മധ്യകാല സൽത്തനറ്റ് ഭരണം ആരംഭിക്കുന്നതോടുകൂടിയാണ് ബൗദ്ധ മതം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. ബൗദ്ധ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുന്നു. ആ ബൗദ്ധ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നായിരുന്നു നളന്ദ സർവകലാശാല. അത് കത്തിക്കുന്നത്, ആ ലൈബ്രറി കത്തിക്കുന്നതൊക്കെ തന്നെ ബക്തിയാർ ഖൽജിയുടെ ആക്രമണകാലത്താണ് എന്ന ഒരു പെരുന്നുണ, അതിനെ പൊളിച്ചെടുക്കുകയാണ് ആരാമ്പ്രം ചെയ്യുന്നത്. അത് പക്ഷേ സമകാലത്തെ പ്രധാനപ്പെട്ട ബൗദ്ധ പാഠങ്ങളെ അധികരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മകഥകളെ ആധാരമാക്കുന്നുണ്ട്.
അതുപോലെയുള്ള, അതേപോലെ തന്നെ ഈ മറ്റ് ചില 17-ാം നൂറ്റാണ്ടിലേക്കുള്ള ചില കൃത്യമായിട്ടുള്ള രേഖകളുടെ ട്രേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു എന്താ പറയുക, പ്രൊപ്പഗണ്ട ചരിത്രത്തിൻ്റെ ഉള്ളറകളെ പുറത്ത് കാണിക്കുന്നത്. അപ്പം ആ പുസ്തകം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാസ്ഥ്യം കെടുത്തിയിട്ടുള്ള നിർണായകമായ ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് LK അദ്വാനി എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു രഥയാത്ര സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? ആ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നതിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതെന്താണ്? സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് മുഹമ്മദ് ഗസ്നിയാണ് 11-ാം നൂറ്റാണ്ടിൽ. ആ മുഹമ്മദ് ഗസ്നി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു വസ്തുത, അല്ലെങ്കിൽ എന്ന ഒരു ചിത്രം ആരാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, 947 സാമ്രാജ്യത്വം മരിച്ചു. ആ സന്തോഷത്തിലാണ് നമ്മളുള്ളത്, അല്ലേ? അധിനിവേശം 947 ഓഗസ്റ്റ് 15 അവസാനിച്ചു. പക്ഷെ ഞാൻ പറയുന്നത്, സാമ്രാജ്യത്വം മരിച്ചു, പക്ഷെ നമ്മളത് ഭംഗിയായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ജഡത്തെ കബറടക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സാമ്രാജ്യത്വത്തിൻ്റെ പ്രേതം ഈ വർത്തമാന ഇന്ത്യയെ അടക്കം ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നൊരു പോയിന്റ്, ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ജ്ഞാനനിർമ്മിതികളുണ്ട്. അതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, 3 സംഭവങ്ങളെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ. ഒന്ന്, ഈ പറയുന്ന സോമനാഥ ക്ഷേത്രാക്രമണം മുഹമ്മദ് ഗസ്നിയുടെ. അപ്പം ആരാണ് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത്? ആ കഥ മെനഞ്ഞെടുത്തത്, നളന്ദ ആക്രമിച്ചത് ബക്തിയാർ ഖൽജിയാണ് എന്ന നുണ ആരാണ്ടാക്കിയത് എന്ന് ആരാംപുറ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചരിത്രകാരനാണ്. അതേപോലെ തന്നെ അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ചരിത്രകാരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുന്നത്. അതായത് കഥ ഇങ്ങനെയാണ്, അതായത് ഇദ്ദേഹം ആക്രമിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുത, നിഷേധിക്കാൻ പറ്റാത്ത ചരിത്ര വസ്തുതയാണ്. മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷൻ അത് ഇസ്ലാം വേഴ്സസ് ഹിന്ദുയിസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ദ്വന്ദ്വത്തിലേക്ക് ന്യൂനീകരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ആള് അലക്സാണ്ടർ ഡോ ആണ് എന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് കൃത്യമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഈ കഥയ്ക്ക് പിന്നിലുള്ള ഈ കഥാനിർമ്മിതിക്ക് പിന്നിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മളോട് കൃത്യമായി പറഞ്ഞ ഒരാളുണ്ട്. അത് നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള റൊമില താപ്പറാണ്. റൊമില താപ്പറുടെ അതിസുന്ദരമായൊരു പുസ്തകം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. സുമനാഥ ദി മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആരാംപുറത്തോട് ചോദിച്ചു, ഈ നളന്ദയും ബക്തിയാർ ഖൽജിയും വായിച്ചു കഴിഞ്ഞപ്പോൾ ആരാംപുറത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. താപ്പറിൻ്റെ ഈ പുസ്തകം നിങ്ങൾ വായിച്ചു? അപ്പം ആരാംപുറം പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട് സർ. ആ പുസ്തകത്തിൽ നിന്നുള്ള ആവേശം കൊണ്ടാണ് ഞാനിത് എഴുതിയത്. അപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ഏതാണ്ട് അതിൻ്റെ ഒരു പാറ്റേണിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെന്താ അദ്ദേഹം താപ്പർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കഥയാണല്ലോ, ആ കഥയെ വ്യാപകമായി രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് താപ്പർ ആ കഥയുടെ പൊരുൾ തേടി ഇറങ്ങുകയും
ഈ സോമനാഥ ക്ഷേത്രാക്രമണം എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചുള്ള 6ഓളം പാഠങ്ങൾ, വ്യത്യസ്ത കാലഘട്ടത്തിലെ പാഠങ്ങൾ പഠന വിധേയമാക്കുന്നുണ്ട്. സമകാലീനമായിട്ടുള്ള അറബ് സോഴ്സസ്, ടർക്കിഷ് സോഴ്സസ്, ജെയിൻ സോഴ്സസ്, സാൻസ്ക്രിറ്റ് സോഴ്സസ്, ബ്രാഹ്മണിക് സോഴ്സസ്, അത് കഴിഞ്ഞ് പിന്നീട് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രേഖകൾ, ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട് താപ്പർ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രാക്രമണം ഒരു സത്യമാണ്, പക്ഷേ ആ ക്ഷേത്രാക്രമണത്തിൻ്റെ പ്രചോദനം എന്ത് എന്ന ചോദ്യം, അത് ചോദിക്കുമ്പോൾ ഉത്തരം മറ്റൊന്നാണ്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എന്തിനാണ് 16 തവണ ഒരു ക്ഷേത്രത്തെ ആക്രമിക്കുന്നത്? നിങ്ങളെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മതാന്ധത കൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു അപര മതത്തിൻ്റെ ആരാധനാ കേന്ദ്രം നശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ വീണ്ടും അത് നശിപ്പിക്കാതെ 16 തവണ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നാണ്. എന്താ കാര്യം? അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് പെട്ടെന്ന് സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഭരണാധികാരികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രം ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 12-ാം നൂറ്റാണ്ടിന് ശേഷവും 19-ാം നൂറ്റാണ്ട് വരെ ഈ സോമനാഥ ക്ഷേത്രം സജീവമായി നിലനിൽക്കുന്നത്. ക്ഷേത്രാക്രമണം നടന്നിട്ടില്ല, ക്ഷേത്രം കൊള്ള മാത്രമാണ് നടന്നത്. ആ കൊള്ള നടന്നതിൻ്റെ പിന്നിൽ യാതൊരു വിധത്തിലുള്ള മതാത്മകമായ താല്പര്യമില്ല എന്ന്. എന്നിട്ട് സാപ്പർ പറയുന്നൊരു കാര്യം, അറബ് സോഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഓരോ പാഠങ്ങളും നൽകുന്നത്. അറബ് സോഴ്സസ് പറയുന്നത് സത്യത്തിൽ സോമനാഥ ക്ഷേത്രം എന്ന പേര് വരുന്നത് മനാത്ത് എന്ന് പറയുന്ന, ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്ന കഅബാലയത്തിൽ സൂക്ഷിച്ച 3 വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളിൽ മനാത്തിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നു സോമനാഥ ക്ഷേത്രം. സുമനാത്ത്, നല്ല മനാത്ത് എന്നർത്ഥം വരുന്ന രീതിയിലാണ് സോമനാഥ് എന്ന പദം തന്നെ അതിൻ്റെ നിഷ്പത്തി എന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷേ ടർക്കിഷ്, ഇതിനകത്ത് സംസ്കൃത സോഴ്സുകളിലോ ബ്രാഹ്മണിക് സോഴ്സുകളിലോ ജെയിൻ സോഴ്സുകൾ, സമകാലീനമായ സോഴ്സുകളിൽ എവിടെയും അരാംബ്രം അതേ സംഭവമാണ് ചെയ്യുന്നത്. സമകാലീനമായ ബൗദ്ധ പാഠങ്ങളിൽ എവിടെയും ബക്തിയാർ ഖൽജി ഇത് നശിപ്പിച്ചു എന്ന ഒരു പരാമർശം പോലും ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കെയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ പോലെ വളരെ കണ്ണിങ്ങായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കുന്നത് എന്നാണല്ലോ. അപ്പം പറഞ്ഞു വരുന്നത് ഈ പറയുന്ന 6 നരേറ്റീവ്സിൽ, ആഖ്യാനങ്ങളിൽ ടർക്കിഷ് ആഖ്യാനത്തിൽ മാത്രമാണ് ഇതൊരു ഇസ്ലാമിക ആവേശത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുൽത്താൻ ചെയ്തതാണ് എന്ന് വരുത്തുന്നത്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചില കൊട്ടാരം ചരിത്രകാരന്മാർ സ്വന്തം മാസ്റ്റേഴ്സിൻ്റെ വലിയ വലിയ രീതിയിൽ അവരുടെ ചെയ്തികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതി പക്ഷെ അതേസമയം തന്നെ ബാക്കി 5 ആഖ്യാനങ്ങളിലും അത് വരുന്നില്ല, ഈ ഒരൊറ്റ ടർക്കിഷ്. അപ്പം ആ ടർക്കിഷ് ആഖ്യാനത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ഡൗ ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം ദ്വന്ദ്വത്തിലേക്ക് ന്യൂനീകരിച്ചുകൊണ്ട് ഇത് വരുന്നു. ഇതേ സംഭവം തന്നെയാണ് ബാബരി മസ്ജിദ്, 2ാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തിയ വർത്തമാന ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ 2ാമത്തെ സംഭവം. അവിടെ നിങ്ങൾക്ക് പ്രതി ആരാ കാണുന്നത്? അവിടെ പ്രതിയായിട്ട് കാണുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അതേ കക്ഷി തന്നെയാണ് നളന്ദയിലെയും പ്രതി എന്നുകൂടെ സാന്ദർഭികമായിട്ട് ഓർക്കുക. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ബാക്കി ഖാൻ എന്ന് പറയുന്ന കമാൻഡർ ഉണ്ടല്ലോ നമ്മുടെ ബാബറിൻ്റെ ബാക്കി ഖാൻ ഈ ക്ഷേത്രം, അതായത് അയോധ്യയിലെ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. കാരണം അത്രമാത്രം പ്രതിരോധം ഉണ്ടായിരുന്നു. ആ പ്രതിരോധ യുദ്ധത്തിൽ 1,75,000 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു.
എന്നിട്ട് അവസാനം ബാക്കി ഖാന് അദ്ദേഹത്തിൻ്റെ ഈ പീരങ്കി ഉപയോഗിച്ച് തകർക്കാനേ സാധിച്ചുള്ളൂ എന്ന പരാമർശമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതാണ് അയോധ്യയിൽ പ്രചാരത്തിലുള്ള ഫോക്ലോർ, പോപ്പുലറായിട്ടുള്ള ഇങ്ങനെ ഒരു കഥ അയോധ്യയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. ചരിത്ര സത്യമായിട്ട് അലക്സാണ്ടർ കണ്ണിങ്ഹാം പറയുന്നില്ല. പക്ഷേ ഡിസ്ട്രിക്ട് ഗസറ്റിയറിൽ വന്നപ്പോൾ അതൊരു ചരിത്ര സത്യമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീടുണ്ടായ ബാബരി മസ്ജിദുമായി വന്ന ദുരന്തങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മൂന്നാമത്തെ സംഭവം അടുത്ത കാലത്ത് ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയോ? അതെങ്കിലും നിങ്ങൾക്കറിയാം. സുന്ദരിയായ സിനിമാ നടിയാണ്. ആ സിനിമാ നടിയുടെ മൂക്ക് ചെത്തുമെന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ ജയ്പൂരിലെ കുർമി സേന വലിയ കലാപമുണ്ടാക്കി. എന്താ കാര്യം? പത്മാവത് എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമ റിലീസ് ചെയ്ത കാലത്താണ്. അപ്പം എന്താ പത്മാവതിൻ്റെ കഥ നിങ്ങൾക്കറിയോ? പത്മാവത് എന്ന് പറയുന്ന ഒരു സൂഫി കൃതിയാണ്. ആ സൂഫി കൃതി ആരാ രചിച്ചത്? രചിച്ച ആളെ പേര് മറന്നു. മാലിക് മുഹമ്മദ് ജയ്സി. 16-ാം നൂറ്റാണ്ടിൽ മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്ന സൂഫി കവി ഇങ്ങനെ ഒരു കൃതി ഉണ്ടാക്കുകയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കഥാപാത്രമാണ് പത്മാവത്. പക്ഷേ മൂപ്പര് ചെയ്ത ഒരു വേല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 13-ാം നൂറ്റാണ്ടിൽ ഒറിജിനലായി ജീവിച്ച 2 പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. അതൊന്ന് അലാവുദ്ദീൻ ഖിൽജിയും മറ്റൊന്ന് ഒരു രജപുത്ര രാജാവ് രത്തൻ സിംഗും. എന്നിട്ട് ഈ കഥ മെനഞ്ഞു. പക്ഷേ ഈ പത്മാവതി എന്ന് പറയുന്ന ശ്രീലങ്കക്കാരിയായ രാജകുമാരിയാണ്. എന്നിട്ട് ഈ കഥ പറഞ്ഞു. എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ, ഇവിടെ പ്രതി ആരാന്നറിയോ? ജെയിംസ് ടോഡ് എന്ന് പറയുന്ന ആനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഈ കൃതിയെ ഒറിജിനലായിട്ട് ചരിത്ര സംഭവമായിട്ട്, അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ 13-ാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖിൽജിക്ക് അഭിനിവേശം തോന്നിയ രജപുത്ര കന്യകയായിട്ട് ഇവരങ്ങോട്ട് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് നടന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് പറയുന്നത്. ഇന്ന് രാജസ്ഥാനിലെ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ അലാവുദ്ദീൻ ഖിൽജി പാതിവൃത്യം നശിപ്പിക്കാൻ ശ്രമിച്ച് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജൗഹർ അനുഷ്ഠിച്ച പാതിവൃത്യത്തിൻ്റെ ദേവതയായിട്ട് ഇന്ന് രാജസ്ഥാൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പത്മാവതിയെ കാണാൻ പറ്റും. എന്നാലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു മിത്തിനെ കൊണ്ടുപോയിട്ട് ചരിത്ര വസ്തുതയായിട്ട് മാറ്റുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബക്തിയാർ ഖൽജി എന്ന് പറയുന്ന ഒരാൾ നളന്ദ ആക്രമിച്ചിട്ടില്ല. പക്ഷെ ബക്തിയാർ ഖൽജി നളന്ദ ആക്രമിച്ചു എന്ന ഒരു വസ്തുതയായിട്ട് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ പിന്നിലെയും കരാളഹസ്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതീ പറയുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അദ്ദേഹം പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് താരാനാഥിൻ്റെ സുങ്കിലയുടെയും കുറിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ധർമ്മസാമ്, ഷിക്കോൺ തുടങ്ങിയിട്ടുള്ള സമകാലീന ഈ പറയുന്ന നളന്ദയിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മകഥാംശമുള്ള പാഠങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ടും ട്രേസസിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷ്കൃഷ്ടമായിട്ടുള്ള ഒരു അപഗ്രഥന രീതി തന്നെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സുമനാഥ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ഒരു നരേറ്റീവ് സ്ട്രക്ചർ, അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ, അതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിന് സമാനമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ 2 കാര്യം കൂടെ പറഞ്ഞു, 2 വാക്കുകളെ കുറിച്ച് കൂടെ പറയാം. തുരുഷ്കരെന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കേണ്ടത്, താപ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും ആ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ടെറിട്ടോറിയൽ കോണ്ടെക്സ്റ്റിലാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടയാളപ്പെടുത്തൽ മാത്രമാണ്. ഇപ്പം തുരുഷ്കരെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലിജിയൻ.
പക്ഷെ ഇവിടെ വായിക്കപ്പെട്ടത് തുരുഷ്കരാണ് എന്നുള്ളത് നമുക്ക് പല ആഖ്യാനങ്ങളുണ്ട്. പക്ഷെ ആ തുരുഷ്കര് ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പും അവർ തുരുഷ്കരെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തുർക്കികളെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തുർക്കുമിസ്ഥാൻ, അങ്ങനെ കിർഗിസ്ഥാൻ തുടങ്ങിയ ആ പ്രദേശത്തുള്ളവരെ തുരുഷ്കരെന്ന് പറയുകയും, പക്ഷെ ബ്രിട്ടീഷുകാരത് എന്ത് ചെയ്തു? ആ തുരുഷ്കരെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് എന്നങ്ങോട്ട് സമർത്ഥിക്കുകയും ചെയ്യും. 12-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യയിൽ ധാരാളം തുരുഷ്കര് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അവരാരും തന്നെ മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ അവര് ഈ പറയുന്നത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തിയത് ബ്രിട്ടീഷുകാരാണ്. ഒരു സമാനമായ ഒരു കാര്യം കൂടെ പറയട്ടെ. ഹിന്ദു എന്ന പദത്തിനും ജോഗ്രാഫിക് കണോട്ടേഷനേ ഉള്ളൂ. സിന്ധു നദിയുടെ തീരത്തുള്ളവർ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. അപ്പോൾ ഒരു വലിയ അപകടം ഞാൻ പറഞ്ഞുതരാം. താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന, അതാരുടെ അവസ്ഥ? സിയാവുദ്ദീൻ ബരാനി എന്ന് പറയുന്ന 13-ാം നൂറ്റാണ്ടിലെ ഒരു കൊട്ടാരൻ ചരിത്രകാരന്റെ പുസ്തകമാണ് താരിഖ് ഫിറോസ് ഷാഹി. താരിഖ് ഫിറോസ് ഷാഹിയിൽ ഒരു പരാമർശമുണ്ട്. നോ ഹിന്ദു ഷാൽ ബി അപ്പോയിന്റഡ് ഇൻ ദി ബ്യൂറോക്രസി ഓഫ് ദി സൽത്തനറ്റ്. പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോട് പറയാ, ഒരു ഹിന്ദുവിനെ പോലും നിങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എടുക്കരുത്. ഇന്ന് നിങ്ങൾ ആ പരാമർശം വായിച്ച അർത്ഥം പറയണം. എത്രമേൽ ഹിന്ദു വിരുദ്ധരായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഭരണാധികാരികൾ. നോക്കൂ, ഒരു ഹിന്ദുവിനെ പോലും ജോലിക്കെടുക്കരുത് എന്ന് ഉപദേശിക്കുന്നുണ്ട് ഈ പറയുന്ന താരിഖ് ഫിറോസ് ഷാഹിയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. എന്താ അവിടെ തെറ്റ്? അപ്പം താരിഖ് ഫിറോസ് ഷാഹിയിലൂടെ സിയാവുദ്ദീൻ ബരാനി പറയുന്നത് ഒരു ഹിന്ദുവിനെ പോലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സിയാവുദ്ദീൻ ബരാനി ഉദ്ദേശിച്ചത് ആ ഹിന്ദുവിൽ മുസ്ലിങ്ങളും പെടും. ഒരു ഇന്ത്യക്കാരനെ പോലും എടുക്കരുത് എന്നാണ്. ആ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ ഇന്ത്യൻ ബോൺ മുസ്ലിംസും പെടും. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ഇറാനി തുറാനി വംശത്തിൽപ്പെട്ടവരെ മാത്രം അപ്പോയിന്റ്, ബ്ലൂ ബ്ലഡഡ് ആയിട്ടുള്ളവരെ മാത്രം അപ്പോയിന്റ് ചെയ്താൽ മതി. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക കണ്ണുകൊണ്ട്, ഇപ്പം ഇന്ന് ആ കാലത്ത് ഉപയോഗിച്ച പദങ്ങളൊക്കെ അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ബൗദ്ധ കലാപം എന്നാണ്. മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു തുള്ളൽ പാട്ടിന്റെ ടൈറ്റില് ബൗദ്ധ കലാപം എന്നാണ്. ആരാ ഈ ബൗദ്ധര്? മുസ്ലിങ്ങളെ അറിയപ്പെട്ടിരുന്ന ബൗദ്ധരെന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഈ ടേംസിനെ ഉപയോഗിക്കും. മധ്യകാലത്തോ അല്ലെങ്കിൽ പൂർവ്വകാലത്തോ ഉപയോഗിച്ചിട്ടുള്ള പദാവലികളെ വളരെ കൃത്യമായും സൂക്ഷ്മമായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അത്തരം ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബെനഡിക്റ്റോ ക്രോച്ചെ എന്ന് പറയുന്ന ഒരു ചരിത്ര ചിന്തകനുണ്ട്. ഭീകരനായ ഒരു ചരിത്ര ചിന്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചരിത്രകാരൻ നിഷ്പക്ഷനാകണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, ചരിത്രകാരൻ നിഷ്പക്ഷനാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഷണ്ടനായിരിക്കണം. ചരിത്രരചന ഷണ്ടന്മാർക്കുള്ളതല്ല. മനസ്സിലായോ? ബാബരി മസ്ജിദിനെ തർക്കമന്ദിരം എന്ന് പറഞ്ഞ് നിഷ്പക്ഷത പാലിക്കുന്നതാണോ, ബാബരി മസ്ജിദിനെ ബാബരി മസ്ജിദ് എന്ന് വിളിക്കുന്നതാണോ കൃത്യമായ നിഷ്പക്ഷത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബാബരി മസ്ജിദിനെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നതാണ് ചരിത്രകാരൻ്റെ നിഷ്പക്ഷത. ആ നിഷ്പക്ഷത ഈ നളന്തയും ബക്തിയാർ ഖൽജിയും എന്ന പുസ്തകത്തിൽ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.